2-ന് നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ 0 ആണ്. എന്തോ ഓപ്പറേഷൻ ചെയ്തിട്ട് കിട്ടുന്നതാണ് കേട്ടോ. പക്ഷേ 3ൻ്റെ വാല്യൂ 3 തന്നെയാണ്. 4ൻ്റെ വാല്യൂ ഇവിടേക്ക് 6 ആണ്. ആൻഡ് 5ൻ്റെ വാല്യൂ 9 ആണ്. അങ്ങനെയെങ്കിൽ 7ൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? 2 = 0 എങ്ങനെ ചെയ്യാൻ പറ്റും? 2 - 2 ഇവിടെ പക്ഷേ അങ്ങനെ ചെയ്താൽ കിട്ടുമോ? ഇല്ല. ഇനി 4 + 2 5 + 4 അങ്ങനെയല്ല, വേറെ എന്തോ ലോജിക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത് അല്ലേ. 2 × 0 കിട്ടണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻറ്റു 0 തന്നെ വേണം. ഇത് ഇൻറ്റു 1 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. പക്ഷേ ഇത് ഇൻറ്റു, പക്ഷേ ഒരേ ഓപ്പറേഷൻ എല്ലായിടത്തും വേണം അല്ലേ, ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുക? ഓക്കെ, ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻട്രി RRB SSC യൂട്യൂബ് ചാനലിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. SSC GD കോൺസ്റ്റബിൾ എക്സാമിനേഷൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്നും എടുത്തിരിക്കുന്ന ചോദ്യങ്ങളാണ് വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മുടെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മളിന്നിവിടെ കവർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഇവിടെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ 4 ഓപ്ഷൻസിൽ 4 ലെറ്റർ ക്ലസ്റ്റേഴ്സ് ആണ്. JGRNNJUQ ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കൂട്ടത്തിൽ നിന്നും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ എന്തായിരിക്കും? ഫൈൻഡ് ദി ഓഡ് വേർഡ് ഔട്ട് ആയിരിക്കും സാധാരണ വരിക അല്ലേ. അതായത് തന്നിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ലെറ്റർ ഗ്രൂപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. സോ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൽഫബറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ പ്ലേസ് വാല്യൂ ഉപയോഗിച്ചിട്ട് ഇത് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ 10ഉം 7ഉം ആണ് അല്ലേ. അപ്പോൾ ഇവിടെ -3 ആണ് പ്ലേസ് വാല്യൂ. ഇവിടെ 18ഉം 14ഉം ആണ്. ഇവിടേക്ക് -4 പ്ലേസ് വാല്യൂ വരും. 21ഉം 17ഉം. സോ വീണ്ടും -4 ആണ് പ്ലേസ് വാല്യൂ. ഇവിടേക്ക് നോക്കുമ്പോൾ 14ഉം 10ഉം -4 ആണ്. സോ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ഇവിടെ ആൻസർ കിട്ടും. ഈ കൂട്ടത്തിൽ 4 എണ്ണത്തിൽ 3 എണ്ണവും -4ൻ്റെ ഷിഫ്റ്റാണ്. ഇവിടെ മാത്രം ഒരെണ്ണം -3 ആണ് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ എയിലുള്ള JG എന്ന് പറയുന്നതായിരിക്കും നമുക്കിവിടെ കിട്ടും. ഓക്കെ, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. വീണ്ടും 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് കണ്ടുപിടിക്കുക അല്ലേ. 22, 12, 15 and 18. ഈ നമ്പേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ 22ഉം 12ഉം 18ഉം എല്ലാം തന്നെ ഈവൻ നമ്പേഴ്സാണ്. 15 മാത്രമാണ് ഓഡ് നമ്പർ. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്പേഴ്സിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് നമ്പേഴ്സ് ഫെമിലിയർ നമ്പേഴ്സ് ആണോ എന്നാണ്. ഫെമിലിയർ നമ്പേഴ്സ് ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, സ്ക്വയറും ക്യൂബും പ്രൈമും ഒന്നുമില്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഓഡ് ആൻഡ് ഈവൻ അല്ല, അതിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി വരുന്ന മറ്റൊരു ലോജിക് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾസിൻ്റെ ലോജിക്കാണ്. അതായത് ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ കോമൺ ആയിട്ടുള്ള മൾട്ടിപ്പിൾ ആണോ അല്ലയോ നോക്കുക. ഓക്കെ, അപ്പോൾ 2ൻ്റെ മൾട്ടിപ്പിൾ ആവുന്നത് എന്തായാലും ഓട്ടോമാറ്റിക്കലി ഈവൻ നമ്പർ ആവും നമുക്കറിയാം. സോ അതിന് നമ്മൾ കുറച്ചും കൂടി താഴെയുള്ള പ്രയോറിറ്റിയാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അതിനേക്കാളും ഇത്രയും കൂടെ വേറെ ബെറ്റർ ലോജിക്ക് ഏതെങ്കിലും ഉണ്ടോ നോക്കുക. ഈ ഓഡ് ആൻഡ് ഈവൻ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ലോജിക്കാണ് അല്ലേ. ഇവിടേക്ക് എപ്പോഴും കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായി പോകും. സോ അതല്ലാത്ത എന്തെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടോ നോക്കുക. സോ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ 15ഉം 12ഉം 18ഉം എല്ലാം തന്നെ 3യുടെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. ഇത് 3 × 5 ആണ്. ഇത് വീണ്ടും 3 × 4 ആണ്. ഇത് 3 × 6 ആണ്. എന്നാൽ ഇത് മാത്രം, ഇത് 3 × 7 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് വരണം? 21 ആണ്, വിച്ച് ഇസ് നോട്ട് ഈക്വൽ ടു 22. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരം ഏതായിരിക്കും? ഓപ്ഷൻ നമ്പർ എയിലുള്ള 22 ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈസി ചോദ്യങ്ങളാണ്. സ്പീഡ് പോസ്റ്റ്, SMS, ലെറ്റർ, മണി ഓർഡർ. അപ്പോൾ ഈ കൂട്ടത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത് എന്താണ്? എല്ലാം മേ ബി മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. സോ സ്പീഡ് പോസ്റ്റ് എന്താണ്? പെട്ടെന്ന് നമുക്ക് അയക്കാനുള്ള പോസ്റ്റ്. ലെറ്റർ, കത്ത്. SMS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോണിൽ അയക്കുന്നതാണ് SMS അല്ലേ. സോ ഇത് നമ്മുടെ ഫോണിലോ അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഡിവൈസസിലൂടെ സെൻഡ് ചെയ്യുന്നതാണ് SMS. പിന്നെ വരുന്നത് മണി ഓർഡർ. ഇതൊക്കെ പോസ്റ്റിലൂടെ പോകുന്നതാണ് അല്ലേ. സോ ഈ സ്പീഡ് പോസ്റ്റും ലെറ്ററും മണി ഓർഡറും ഒക്കെ ഒരു ആൾ മാനുവലി കൊണ്ട് തരുന്നതാണ്. എന്നാൽ ഇത് മാത്രമാണ് ഇലക്ട്രോണിക്കലി ഇങ്ങനെ എന്താ പറയുക ഡെലിവർ ആവുന്ന ഒരു ലെറ്റർ അല്ലെങ്കിൽ ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ നമ്പർ ബിയിലുള്ള SMS ആണ് ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് നമുക്കിവിടേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, ഒബ്സർവിങ് ദ ട്രെൻഡ് ഫൈൻഡ് ദി മിസ്സിംഗ് നമ്പർ. ഈ ഒരു ട്രെൻഡ് നോക്കിയിട്ട് മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന നമ്പേഴ്സ് എന്തൊക്കെയാണ്? 5, 4, 3, 6, 7, 8, 4, 2 -, 34, 30 and 30.
അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു ലൈൻ നിങ്ങൾക്ക് കാണാം, അതിൻ്റെ താഴേക്കാണ് ഈ നമ്പേഴ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് അറിയാം അല്ലേ, ഈ മുകളിലത്തെ 3 നമ്പേഴ്സ് വെച്ചിട്ടായിരിക്കാം ഈ താഴത്തെ നമ്പേഴ്സ് വന്നിട്ടുള്ളത് എന്ന്. ഇനി അങ്ങനെയല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ മുകളിലുള്ള നമ്പേഴ്സ് എല്ലാം തന്നെ ഇവിടെ ചെറിയ ചെറിയ നമ്പേഴ്സാണ്. ഓക്കെ, പക്ഷേ താഴത്തെ നമ്പേഴ്സ് അത്യാവശ്യം വലിയ നമ്പേഴ്സാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എത്രയേ ഉള്ളൂ, ഈ 3 നമ്പേഴ്സിൻ്റെ എന്തൊക്കെയോ ഓപ്പറേഷൻസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഈ വലിയ നമ്പേഴ്സ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടാവുക അല്ലേ. 5ഉം 6ഉം 4ഉം ആദ്യം 3ഉം കൂടെ ആഡ് ചെയ്താൽ 34 കിട്ടുമോ? ഡെഫിനറ്റ്ലി ഇല്ല. നമുക്ക് മാക്സിമം കിട്ടുന്നത് 15 ആണ്. ഇനി 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താലോ 30 × 4 120 വരും. അതേസമയം 5 × 6 30 ആണ്, +4 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 34 ആണ് വരിക അല്ലേ. ഇവിടെ അതുപോലെ തന്നെ 4 × 7 ചെയ്തിട്ടുണ്ടെങ്കിൽ 28 ആണ്, +2 ചെയ്താൽ ഇവിടേക്ക് 30 ആണ് വരും. ഓക്കെ, സോ അതേ രീതിയിൽ ഇവിടെ 3 × 8 ചെയ്താൽ 24 വരും അല്ലേ. പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു ആണ് നമുക്ക് 30 വരുന്നത്. അപ്പോൾ 30യുടെ ഇങ്ങോട്ട് 24 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും അല്ലേ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 30 - 24 ഇസ് ഈക്വൽ ടു 6 ആണ്. ദെയർഫോർ എക്സ് ഇസ് ഈക്വൽ ടു 6 ആണ് ഈ ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ നമ്പർ സിയിലുള്ള 6 ആണ് ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഇതും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, DIMO is to DMIO as in JUVR is to dash. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്നും വന്നിരിക്കുന്നത്. ഇവിടെ DIMO is to DMI and O. ഈ ഡിയും ഒയും അതേ പ്ലേസസിലുണ്ട്, ഐയും എമ്മും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേസ് മാറി അല്ലേ. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ JUVR ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ ജെയും ഇവിടെ ആറും വരും, ഇവിടെ വിയും യുവും അതേപോലെ തന്നെ ഇൻ്റർചേഞ്ച്ഡ് ആകും. ഓക്കെ, സോ JVUR ഏതാണ് നമ്മുടെ ആൻസർ? ദ ഓപ്ഷൻ നമ്പർ സിയിലാണ് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ സിയിലുള്ള JVUR ആണ് ഈ ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റനും ഇതിൻ്റെ ഉത്തരവും വീണ്ടും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റൻ നോക്കാം. ഫ്രഞ്ച് ഇസ് ടു ഫ്രാൻസ് ആസ് ഇൻ ഡച്ച് ഇസ് ടു ഡാഷ്. ഇതാണ് ചോദ്യം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പഠിക്കാനായി അല്ലെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? ഫ്രഞ്ചും ഫ്രാൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ഫ്രഞ്ചിൽ സംസാരിക്കുന്ന ഭാഷയാണ് ഫ്രാൻസിൽ സംസാരിക്കുന്ന ഭാഷയാണ് ഫ്രഞ്ച് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് ഇവിടെ ഡച്ച് എന്ന് പറയുന്നത് ഏത് നാട്ടിൽ സംസാരിക്കുന്ന ഭാഷയാണ്? ഡച്ചുകാരെന്നൊക്കെ നമ്മൾ പൊതുവെ പറയുന്നത് എവിടുത്തെ ആൾക്കാരെയാണ്? ഹോളണ്ടിലെ ഭാഷയാണ് ഡച്ച് അല്ലേ. സോ ഏതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ശരിയുത്തരം? ഓപ്ഷൻ നമ്പർ എയിലുള്ള ഹോളണ്ട് ആണ് ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരമായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് പറയാൻ പറ്റുക? ഇതിനെ അനാലജിയാണ്, വേർഡ് ബേസ്ഡ് അനാലജിയാണ്, മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ് ഒക്കെയാണ് നമ്മൾ ഇവിടേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലോജിക് എന്ന് പറയുന്നത് എന്താണ്? ലോജിക് ബേസിക്കലി GK ബേസ്ഡ് ആയിട്ടുള്ള ലോജിക്കാണ് അല്ലേ. സോ ഇപ്പോൾ ഇവിടെ ഹോളണ്ട് എന്ന് പറയുന്നത് നമ്മുടെ നെതർലാൻഡ്സ് ആണ് അല്ലേ. സോ അങ്ങനെയാണ് അവരുടെ ഭാഷ ഡച്ച് ആയതുകൊണ്ട് നമ്മൾ ഓപ്ഷൻ നമ്പർ എ ആണ് ഇവിടെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇനി അടുത്ത ചോദ്യം നോക്കാം. 4 is to 19 as in 7 is to dash. 4 എങ്ങനെയാണോ 19ഉമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് അതുപോലെ 7 ഏതുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ 4 is to 19 ആണ്, അതുപോലെ 7 is to dash എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക? 4ഉം 19ഉം 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ 19? ഇൻറ്റു 5 - 1 എന്ന് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇവിടെ ഇൻറ്റു 5 - 1 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുമോ? ഇൻറ്റു 5 - 1 ആണ് 19. ഇവിടെ ഇൻറ്റു 5 ചെയ്താൽ 35 ആണ്, -1 34 ഓപ്ഷനിലില്ല. പക്ഷേ ഇത് തമ്മിലൊരു റിലേഷൻ ഉണ്ട് അല്ലേ. 4ഉം 5ഉം എത്രയാണ്? +1 ആണ്. അപ്പോൾ ഇവിടെ +1 ചെയ്താൽ നമുക്ക് ആൻസർ എത്ര കിട്ടും? നമുക്ക് ഇവിടേക്ക് 56 കിട്ടും. ഓക്കെ, സോ ഇൻറ്റു 8 ചെയ്തിട്ടുണ്ടെങ്കിൽ 56 കിട്ടും കേട്ടോ. +1 8 എന്നിട്ട് ഇൻറ്റു 8 ചെയ്താൽ 56 കിട്ടും. -1 ചെയ്താൽ 52 വരണം. ഇവിടെ 52 വന്നിട്ടുണ്ടോ? ഇല്ല, അതും വന്നിട്ടില്ല. അപ്പോൾ പിന്നെ എന്ത് ലോജിക്കാണ് നമുക്കിവിടെ വർക്കൗട്ട് ചെയ്യാനായിട്ട് പറ്റുക നോക്കാം. സോ നമ്മൾ ഇവിടേക്ക് നെക്സ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇനി ഇൻറ്റു 4 വേണമെങ്കിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാമല്ലോ. ഇൻറ്റു 4 തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടേക്ക് 16 കിട്ടും അല്ലേ. സോ +3 ആണ് 19. അപ്പോൾ ഇവിടെ ഇൻറ്റു 4 ചെയ്താൽ 28 +3 ഇവിടെ ഇല്ല. അപ്പോൾ അതേ നമ്പർ തന്നെ മൾട്ടിപ്ലൈ ചെയ്താലോ നമുക്ക് ഇവിടേക്ക് 49 കിട്ടും. വീണ്ടും +3 ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 52 ഉണ്ട്. 52 നമ്മുടെ ആൻസർ ഓപ്ഷൻസിൽ വന്നിട്ടുണ്ട് അല്ലേ. സോ 52 ആണ് ഈ ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. സോ ഓപ്ഷൻ നമ്പർ എയിലുള്ള
52 ആണ് ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഇതിൻ്റെ ഉത്തരവും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. ബുക്ക് ഇസ് ടു ലൈബ്രറി ഈസ് ആസ് ഇൻ ട്രീ ഇസ് ടു ഡാഷ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം അല്ലേ? ബുക്ക് ഇസ് ടു ലൈബ്രറി. ബുക്ക് എങ്ങനെയാണ് ലൈബ്രറിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടിരിക്കുന്നത്? ബുക്സിൻ്റെ കളക്ഷൻ ആണ് ലൈബ്രറി. അതുപോലെ ട്രീൻ്റെ കളക്ഷൻ എന്താണ്? ഫർണിച്ചർ ആണോ? അല്ല. ഫ്രൂട്ടും ഷെയ്ഡും ഒന്നുമല്ല, ഫോറസ്റ്റ് ആണ് അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം ബുക്സ് കാണപ്പെടുന്നത് ലൈബ്രറിയിലാണ്, അതുപോലെ ട്രീസ് കാണപ്പെടുന്നത് ഫോറസ്റ്റിലാണ്, അങ്ങനെയും പറയാം. അപ്പോൾ ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. If stuff is coded as EVOTS and candle is coded as ELDNEC, then report is coded as dash. So സ്റ്റവിനെ ഇങ്ങനെ കോഡ് ചെയ്തു, ക്യാൻഡിലിനെ ഇങ്ങനെ കോഡ് ചെയ്തു. അപ്പോൾ റിപ്പോർട്ടിനെ നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്യുക? ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. റീഅറേഞ്ച്മെൻ്റ് ആണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കാരണം സ്റ്റവിൻ്റെ അതേ ലെറ്റേഴ്സ് ആണ് ഇവിടേക്കും എടുത്തിരിക്കുന്നത്. ഇനി EVOTS ആണ് ഇവിടേക്ക് വരിക. അടുത്തത് ക്യാൻഡിലാണ്, CANDLE ആണ്. അതിൻ്റെ കോഡായിട്ട് ഇവിടേക്ക് ELDNAC ആണ് തന്നിരിക്കുന്നത്. അതേപോലെ നമുക്ക് വേണ്ടത് റിപ്പോർട്ടാണ് അല്ലേ? സോ ഇതിനെ എങ്ങനെയാണ് നമുക്ക് കോഡ് ചെയ്യാം? ഇതിൻ്റെ റീഅറേഞ്ച്മെൻറ്റ് എന്താണെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, സോ ഇത് ഇവിടേക്ക് പോയി, ഇത് ഇവിടേക്ക് പോയി, ഇത് ഇവിടേക്ക് വന്നു, ഇത് വീണ്ടും ഇങ്ങനെ. സോ കംപ്ലീറ്റ്ലി നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ക്രോസ് കോഡിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇതാ. ഇയും സിയും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പക്ഷേ ഇവിടുത്തതിൽ മാത്രം എന്ത് പറ്റി? ഇവിടെ നമ്പർ ഓഫ് ലെറ്റേഴ്സ് കൂടുതലുണ്ട് അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് പോയി, നെക്സ്റ്റ് L ഇങ്ങോട്ട് വന്നു. അപ്പോൾ നടുക്ക് 2 ലെറ്റേഴ്സ് ഉണ്ട്, അപ്പോൾ അതും ഇവിടേക്ക് ഇൻ്റർചേഞ്ച്ഡ് ആയി. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും സോൾവ് ചെയ്യണം. സോ ഫസ്റ്റ് ഇവിടെ T വരും, നെക്സ്റ്റ് ഇവിടെ R വരും. സോ TR ആകെ ഒരു ഓപ്ഷനിലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത് തന്നെ ആക്ച്വലി ചൂസ് ചെയ്യാം. ഇനി വേണമെങ്കിൽ ബാക്കിയുള്ളതും കൂടി എഴുതാം. ഇവിടേക്ക് R ഉണ്ട്, നെക്സ്റ്റ് ഇവിടേക്ക് E ഉണ്ട്, അതിനുശേഷം Oയും Pയും വരും അല്ലേ? സോ TRO PER എന്ന് പറയുന്നതാണ് ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരം. അത് നമ്മുടെ ഓപ്ഷൻ നമ്പർ ഡിയിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ ഡി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യവും ഇതിൻ്റെ ഉത്തരവും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് മെട്രിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. A word is represented by only one set of numbers as given in any of the alternatives. The sets of numbers given in the alternatives are represented by 2 classes of alphabets as in 2 matrices given below. The columns and rows of matrix 1 are numbered from 0 to 4 and that of matrix 2 are numbered from 5 to 9. A letter from these matrices can be represented first by its row and next by its column. Example, D can be represented by 0, 0, 1, 2, etc. and P can be represented by 5, 6, 6, 8, etc. Similarly, you have to identify the set for the word fire. സോ അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമുക്കിവിടെ 2 മെട്രിക്സസ് കാണാം അല്ലേ? മെട്രിക്സ് 1ഉം മെട്രിക്സ് 2ഉം കാണാം. ഞാൻ അത് ജസ്റ്റ് ഒന്ന് എൻലാർജ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ മെട്രിക്സ് 1ൽ എന്താ ഉള്ളത്? 0 തൊട്ട് 4 വരെയുള്ള നമ്പേഴ്സും റോസ് ആൻഡ് കോളംസിൽ കൊടുത്തിട്ടുണ്ട്. മെട്രിക്സ് 2ൽ 5 തൊട്ട് 9 വരെയുള്ളതും വീണ്ടും നമുക്കിവിടേക്ക് അതേപോലെ തന്നെ റോസ് ആൻഡ് കോളംസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് പ്രകാരം ഇപ്പോൾ ഡീനെ നമ്മൾ 0,0 എന്ന് പറയും, ഫസ്റ്റ് റോ ദെൻ കോളം. അതുപോലെ ഈ ഡീനെ നിങ്ങൾക്ക് 1, 2 എന്ന് പറയാം. അങ്ങനെ എല്ലാ ലെറ്റേഴ്സിനും ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. നമുക്കിവിടെ വേണ്ട ലെറ്റർ ഏതാണ്? ലെറ്റർ അല്ല, വേണ്ട വേർഡ് ഇവിടെ ഫയർ എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് എഫ് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഈ ഓപ്ഷൻസിൽ ഓരോന്നായിട്ട് എടുത്തു നോക്കാം. സോ എഫ് ഉള്ളത് മുഴുവൻ ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒത്തിരി സമയം എടുക്കും. പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. നമ്മുടെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്കിവിടെ ഇ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈനെ നമ്മൾ സെലക്ട് ചെയ്ത് നോക്കുക. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഇവിടെ 2, 2, 0, 1, 3, 3, 1, 4 ഇതിലേതാണ് തന്നിരിക്കുന്നതെന്നാണ് നമ്മളിവിടെ ഫസ്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്ത് നോക്കാം. ഇവിടെ 2 and 2 ഇ ആണോ എന്ന് നോക്കാം. ഇവിടെ 2 and ഇവിടെ 2 ഇത് ഇ ആണോ? അല്ല, ഐ ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റ്. നെക്സ്റ്റ് 3 and 3 നോക്കുക. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. അത് എഫ് ആണ്, അല്ലാതെ ഇ അല്ല. ഈ ഓപ്ഷനും തെറ്റ്. ഇനി നെക്സ്റ്റ് ഇവിടെ 1, 4 നോക്കിക്കേ. ഇവിടെ 1ഉം ഇവിടെ 4ഉം ഇതും എഫ് ആണ്, അല്ലാതെ ഇ അല്ല. ഇതും തെറ്റ്. ഇനി ഇവിടെ 0, 1 നോക്കിക്കേ. ഇവിടെ 0യും 1ഉം ഇവിടെ ഇ ആണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി അത് കറക്റ്റ് ആണ്. സോ ഒറ്റയടിക്ക് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടും. അതേസമയം നിങ്ങൾ നേരെ തിരിച്ചാണ്, ഇപ്പോൾ എഫിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നോക്കിക്കേ 3 and 3 നോക്കിയിട്ടുണ്ടെങ്കിൽ
3യും ഇവിടെ ഓൾറെഡി എഫ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓപ്ഷനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ 2 and 1 നോക്കിയാലോ, അതും എഫ് ആണ്. അപ്പോൾ ഇതിനെയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് 1 and 4 നോക്കിയാൽ അതും എഫ് ആണ്, അതിനെയും എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നമ്മൾ എപ്പോഴും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ലാസ്റ്റത്തെ ലെറ്ററിൽ നിന്നും ഫസ്റ്റത്തെ ലെറ്ററിലേക്ക് പോകുന്നതാണ് സോൾവ് ചെയ്യാനായിട്ട് എളുപ്പം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ്റെ ആൻസർ കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the answer figures can be formed using the question figure? ഈ തന്നിരിക്കുന്ന ആൻസർ ഫിഗേഴ്സിൽ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ ഫിഗർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റും? എങ്ങനെയാണ് സോൾവ് ചെയ്യുക? നമുക്ക് ആദ്യം എന്തൊക്കെ വേണം? ഈ ഒരു ട്രയാങ്കിൾ വേണം, അതിനെ ഇങ്ങനെ ലൈൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ എത്ര ലൈൻസ് ഉണ്ട്? 1 2 3 4 5 6 7 8 ലൈൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ ഏതാ നമുക്ക് ഫോം ചെയ്യാനായിട്ട് പറ്റുക? സോ ഈ ഒരു ഭാഗം, ഈ ട്രയാങ്കിൾ തന്നിരിക്കുന്നതിനെ ഞാനിവിടെ ആദ്യം തന്നെ എല്ലാ ഓപ്ഷനിലും ജസ്റ്റ് മാർക്ക് ചെയ്യാം. ബാക്കിയുള്ളത് കൗണ്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്. ഈ ഓപ്ഷനിലും നമുക്ക് അതിനെ ഓൾറെഡി കിട്ടുന്നുണ്ട്. ഈ ഓപ്ഷനിലും നമുക്ക് അതിനെ ഓൾറെഡി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതിൻ്റെ നമ്പർ കൗണ്ട് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇനി ആകെ 8 ലൈൻസേ ഉള്ളൂ അല്ലേ? എത്ര ലൈൻസ് ഉണ്ട് ഇവിടെ? 1 2 3 4 5 6 7 8 9. അപ്പോൾ ഇതെന്തായാലും ഫോം ചെയ്യാൻ പറ്റില്ല, തെറ്റ് അല്ലേ? ഇനി ഇവിടെ 1 2 3 4 വീണ്ടും 5 6 7, ഇവിടെ 7 ലൈൻസ് ആണുള്ളത്. അപ്പോൾ ഇതിനെയും ഫോം ചെയ്യാൻ ഒരെണ്ണം ബാക്കി വരും അല്ലേ? ഇനി ഇവിടെ നോക്കിയാലോ, ഇവിടേക്ക് 1 2 വീണ്ടും 3 4 5, അപ്പോൾ 5 ലൈൻസ് ആണുള്ളൂ. നമുക്കിനി 8 ലൈൻസ് ബാക്കിയുണ്ട് അല്ലേ? ഇനി ഇവിടെ നോക്കിയാലോ, 1 2 3 4, നെക്സ്റ്റ് ഇവിടേക്ക് 5 6 7 8. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 8 ലൈൻസ് കഴിഞ്ഞിട്ട് ഇവിടെ വീണ്ടും 9 ലൈൻസ് ഒക്കെ ഇവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതും എന്തായാലും ഫോം ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? സോ ഇവിടെ നമുക്ക് എത്ര ലൈൻസ് ഉണ്ട്? കൂടുതൽ നമ്പേഴ്സ് ആണ്. അതായത് നോക്കിക്കേ, 1 2, അതിനുശേഷം ഇവിടേക്ക് 3, വീണ്ടും 4 5 6 7 8 കഴിഞ്ഞ് 9 10 ഉണ്ട്. അപ്പോൾ 1ഉം എയും ഡിയും എന്തായാലും പറ്റില്ല. മറ്റുള്ളതിൽ ഇനി നമ്പർ ലെസ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം അല്ലേ? ഫോം ചെയ്യാൻ പറ്റും. അതായത് എക്സാക്റ്റ് നമ്പർ എന്നല്ല, നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം ഒന്നും കൂടി. 2 ഓപ്ഷൻസ് ഇവിടെ എലിമിനേറ്റ് ചെയ്തു. ബാക്കി നോക്കി കഴിയുമ്പോൾ 1 2 3 4, ഇല്ല 5 6, അതിനുശേഷം ഇവിടേക്ക് നോക്കിക്ക് 1 2 3 4 5 6, ഇവിടേക്ക് 7 and 8, ഈ ലൈനും കൂടി ഉണ്ട്. ഇതിനെ നമ്മൾ നേരത്തെ മിസ് ചെയ്തു അല്ലേ? ഇത് അപ്പോൾ വരില്ല. അപ്പോൾ കറക്റ്റ് 8 എണ്ണം വന്നിരിക്കുന്നത് ഇതാണ്. ഇവിടേക്ക് വരുമ്പോൾ 1 2, നെക്സ്റ്റ് 3 4 5 എണ്ണം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഇത്രയും കൂടി അക്യുറേറ്റ് ആയിട്ട് എക്സാക്ട് 8 നമ്പേഴ്സ് വന്നിരിക്കുന്നത് ഓപ്ഷൻ നമ്പർ ബി ആണ്. സോ ഓപ്ഷൻ നമ്പർ ബി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഇതിൻ്റെ ഉത്തരവും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5 friends are sitting in a row facing south. Here, Mohan is between Balu and Raju is to the immediate right of Praveen and Amit is to the right of Balu, who is in the extreme right end. ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ 5 ഫ്രണ്ട്സ് സൗത്തിലേക്ക് ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ സാധാരണ ക്വസ്റ്റ്യൻസിൽ നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് വരാറ്. ഇവിടെ ഓൾറെഡി പറയുന്നു സൗത്തിലേക്കാണ്. സോ 1 2 3, തിരിഞ്ഞുപോയി, 5 പേര് സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. സോ 1 2 3 4 and 5 ആണ് അല്ലേ? സൗത്തിലേക്ക് ഫേസ് ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റും റൈറ്റും ആയിരിക്കും അവരുടെ ലെഫ്റ്റും റൈറ്റും? ഇല്ല, ഓപ്പോസിറ്റ് ആണ് അല്ലേ? സോ നമ്മുടെ ലെഫ്റ്റ് അവരുടെ ഇവിടെ റൈറ്റും, നമ്മുടെ റൈറ്റ് അവരുടെ ലെഫ്റ്റും ആയിരിക്കും. ഇങ്ങനെയാണ് ഇവർ നിൽക്കുന്നത്. ഇനി തന്നിരിക്കുന്നത് പ്രകാരം ഫസ്റ്റ് പറയുന്നു മോഹൻ ഇസ് ബിറ്റ്വീൻ ബാലു ആൻഡ് രാജു ഇസ് ടു ദി റൈറ്റ് ഓഫ് പ്രവീൺ ആൻഡ് അമിത് ഇസ് ടു ദി റൈറ്റ് ഓഫ് ബാലു. സോ ഇവിടെ ഫസ്റ്റ് മോഹൻ ആരുടെയൊക്കെ നടുക്കാണ്? ബാലു ആൻഡ് രാജു. സോ മോഹൻ ബാലു ആൻഡ് രാജു ഇങ്ങനെ വരാം. അല്ലെങ്കിൽ ഇവിടെ രാജു, ഇവിടെ മോഹൻ ആൻഡ് ഇവിടെ ബാലു വരാം. ഓക്കെ, ആൻഡ് രാജു ഇസ് ടു ദി റൈറ്റ് ഓഫ് പ്രവീൺ. രാജു ആരുടെ റൈറ്റിലാണ് നിൽക്കുന്നത്? പ്രവീണിൻ്റെ റൈറ്റിലാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ആരുടെ റൈറ്റിലാവും? മോഹൻ്റെ ആവും. അപ്പോൾ പ്രവീൺ ഇവിടെ ആണെങ്കിലാണ് രാജു ഇസ് ടു ദി റൈറ്റ് ഓഫ് പ്രവീൺ വരിക അല്ലേ? ആൻഡ് അമിത് ഇസ് ടു ദി റൈറ്റ് ഓഫ് ബാലു. സോ അമിത് ആരുടെ റൈറ്റിലാണ് നിൽക്കുന്നത്? ബാലുവിൻ്റെ. സോ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? സോ ഇവിടെ ആദ്യം അമിത്, ബാലു, പിന്നെ മോഹൻ, നെക്സ്റ്റ് രാജു ആൻഡ് പ്രവീൺ. ഇങ്ങനെയാണ് ഇവർ നിൽക്കുക. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? ഹൂ ഇസ് ഇൻ ദി എക്സ്ട്രീം റൈറ്റ് എൻഡ്? ഇതാണ് ചോദ്യം. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ട് റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആൾ ഇവിടെ ആരാണ്? നമ്മുടെ അമിത് ആണ് അല്ലേ? സോ ഓപ്ഷൻ നമ്പർ എയിലുള്ള അമിത് ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടുക. ഓക്കെ,
അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഇതിൻ്റെ ഉത്തരവും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, ഇഫ് 2 is equal to 0, 3 is equal to 3, 4 is equal to 6, 5 is equal to 9, then 7 is equal to dash. ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാം? 2വിന് നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ 0 ആണ്, എന്തോ ഓപ്പറേഷൻ ചെയ്തിട്ട് കിട്ടുന്നതാണ് കേട്ടോ. പക്ഷേ 3ൻ്റെ വാല്യൂ 3 തന്നെയാണ്, 4ൻ്റെ വാല്യൂ ഇവിടേക്ക് 6 ആണ്, ആൻഡ് 5ൻ്റെ വാല്യൂ 9 ആണ്. അങ്ങനെയെങ്കിൽ 7ൻ്റെ വാല്യൂ എന്തായിരിക്കും? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? 2 is equal to 0 എങ്ങനെ ചെയ്യാൻ പറ്റും? 2 - 2 ഇവിടെ പക്ഷേ അങ്ങനെ ചെയ്താൽ കിട്ടുമോ? ഇല്ല. ഇനി 4 + 2, 5 + 4 അങ്ങനെയല്ല, വേറെ എന്തോ ലോജിക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത് അല്ലേ. 2 × 0 കിട്ടണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇൻറ്റു 0 തന്നെ വേണം. ഇത് ഇൻറ്റു 1 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. പക്ഷേ ഇത് ഇൻറ്റു, പക്ഷേ ഒരേ ഓപ്പറേഷൻ എല്ലായിടത്തും വേണം അല്ലേ, ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടുക? ഓക്കെ, അപ്പോൾ വേറെ ഏത് രീതിയിലാണ് നമുക്ക് ഇവിടേക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്? 2 × മേ ബി നമുക്ക് ഇങ്ങനെ പറയാം, അല്ലെങ്കിൽ 2 + 0ൻ്റെ വാല്യൂ എത്രയാണ്? 0 അല്ല 2 വരും. ഇല്ല, അങ്ങനെയും നമുക്ക് ഇവിടേക്ക് ആൻസർ കിട്ടില്ല, 2 - 2 ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക നോക്കാം. ഇത് 3യുടെ മൾട്ടിപ്പിൾസ് ആണ്, 0, 3, 6, 9 അല്ലേ. ഇത് ബേസിക്കലി 0 × 3 ആണ്, ഇത് 1 × 3 ആണ്, ഇത് 2 × 3 ആണ്, ഇത് 3 × 3 ആണ് അല്ലേ. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ആൻസർ അതേപോലെ തന്നെ വരണമെങ്കിൽ ഏത് വരണം? 3 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ചെയ്തിട്ടുണ്ടെങ്കിൽ 12 ഉണ്ട്, 5 ചെയ്താൽ 15 ഉണ്ട്. അപ്പോൾ എങ്ങനെ ആൻസർ കിട്ടുക? ഈ 2ഉം 0യും എവിടെ നിന്ന് വരുന്നു എന്ന് കണ്ടുപിടിക്കണം അല്ലേ. ഇവിടെ 0 കിട്ടി, ഇവിടെ നമുക്ക് 1 കിട്ടി. ഇവിടെ -2 ആണ്, 2 - 2 ആണ് ഇവിടെ 0, 3 - 2 ആണ് ഇവിടെ 1, 4 - 2 ആണ് ഇവിടെ 2, 5 - 2 ആണ് 3. അപ്പോൾ ഇവിടെ 7 - 2 ചെയ്താൽ 5 വരും അല്ലേ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 5 × 3 = 15 ആണ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ നമ്പർ ബിയിലുള്ള 15 ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഇതിൻ്റെ ഉത്തരവും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം, നൗ ഇഫ് ഡിവിഷൻ സ്റ്റാൻഡ്സ് ഫോർ ഇൻറ്റു സ്റ്റാൻഡ്സ് ഫോർ മൈനസ് സ്റ്റാൻഡ്സ് ഫോർ പ്ലസ് ആൻഡ് പ്ലസ് സ്റ്റാൻഡ്സ് ഫോർ ഡിവിഷൻ, ദെൻ ഈ ഇക്വേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ബോഡ് മാസ് യൂസ് ചെയ്യുക. ഓക്കെ, ഡു ക്രൊണോളജിക്കലി ആൻഡ് നോട്ട് അക്കോർഡിംഗ് ടു ബോഡ് മാസ്. ബോഡ് മാസ് യൂസ് ചെയ്യേണ്ട, ക്രൊണോളജിക്കലി എന്ന് വെച്ചാൽ എന്താ? ലെഫ്റ്റ് ടു റൈറ്റ് യൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും? ബോഡ് മാസ് യൂസ് ചെയ്യേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. സോ ഇവിടെ ഫസ്റ്റ് 48 + 6 എന്ന് പറയുന്നത് ഇവിടെ എന്താകും? പ്ലസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവിഷൻ ആണ്, /6 വരും. ഇനി -12ൻ്റെ വാല്യൂ ആയിട്ട് ഇവിടേക്ക് നമുക്ക് +12 കിട്ടും. ഇനി അതിനുശേഷം ഇൻറ്റു 2 വീണ്ടും +10 പകരം /10 ആണ് വരും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? ക്രൊണോളജിക്കലി സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഈ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകണം അല്ലേ. 48നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇവിടേക്ക് 8 കിട്ടും, +12 × 2 /10. അപ്പോൾ ഇനി വീണ്ടും അടുത്തയിലേക്ക് പോകുമ്പോൾ ഇവിടെ എത്രയാണ് കിട്ടുന്നത്? 20 കിട്ടും. ഇതാണ് ചെയ്യേണ്ടത്. സോ 20 × 2 /10, വീണ്ടും 20 × 2 ചെയ്താൽ 40 കിട്ടും, /10 ആണ് ആൻസർ വരുന്നത്. 40/10 എത്രയാണ്? 4 ആണ് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത് ഏതായിരിക്കും? ആൻസർ = 4 ആണ് ക്വസ്റ്റ്യൻ്റെ ശരിയുത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, സോ അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബോഡ് മാസ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല, നോട്ട് അക്കോർഡിംഗ് ടു ബോഡ് മാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഈ ആൻസർ ആയിരിക്കില്ല കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം പേപ്പർ ഫോൾഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. A piece of paper is folded and cut as shown below in the question figures. From the given answer, figures indicate how it will appear when opened. ഇതാണ് ചോദ്യം. എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുന്നത്? ഇതുപോലെ ഒരു പേപ്പറിനെ നമ്മൾ മടക്കി, ട്രയാങ്കിൾ പേപ്പറിനെ ആദ്യം നടുവിലേക്ക് ഇങ്ങനെ മടക്കി, എന്നിട്ട് അതിനെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്തു, ഈ സൈഡിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഒറ്റയൊരു കട്ട് ഉണ്ടാക്കി അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് നിവർത്തി കഴിയുമ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, എങ്ങനെ ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? പേപ്പർ നമ്മൾ ഏത് സൈഡിലേക്ക് മടക്കുന്നോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം നമ്മളെപ്പോഴും അൺഫോൾഡ് ചെയ്തെടുക്കാൻ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺഫോൾഡ് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഏത് സൈഡിലേക്കാണ് ക്വസ്റ്റ്യനിൽ ഫോൾഡ് ചെയ്ത് ഇങ്ങോട്ട്. സോ ഫസ്റ്റത്തെ അൺഫോൾഡ് ഏത് സൈഡിലേക്ക് വേണം? ഈ സൈഡിലേക്ക് തന്നെ ഫസ്റ്റത്തെ അൺഫോൾഡ് വരും.
പിന്നെ എന്ത് പറ്റും, ഈ മടക്കി വയ്ക്കുന്നതിനെ ഇങ്ങോട്ട് നമ്മൾ നിവർത്തണം അല്ലേ. അപ്പോൾ ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും നിവർത്തുക. സോ ഇവിടെയും ഇവിടെയും വരും. അപ്പോൾ ഇതേപോലെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഇതാ ഈ ഓപ്ഷനിലുണ്ട്. ഇതിലാകെ 2 എണ്ണേ ഉള്ളൂ. ഇത് മിസ്പ്ലേസ്ഡ് ആണ്, ഇതിൽ നമ്പർ ഓഫ് ഡോട്ട്സ് കൂടുതലുമാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൻ്റെ ശരി ഉത്തരം സിംപ്ലി നമ്മുടെ ഓപ്ഷൻ നമ്പർ എ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുന്നതായിരിക്കും. ഇനി അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിൽ ഇതേപോലെ ഈ ഒരു പോർഷൻ ആൻസേഴ്സിൽ ഓപ്ഷൻസിൽ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്യാം. അപ്പോൾ ഏതിലാണ് ഇതേപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന പോലെ തന്നെ ഈ നടുക്ക് സെൻറ്ററിൽ ഹോള് വരുന്നേ നോക്കുക. അതും ഓപ്ഷൻ നമ്പർ എയിൽ തന്നെയുള്ളൂ. അപ്പോഴും അത് തന്നെയായിരിക്കും ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഫിഗർ ബേസ്ഡ് നോൺ വെർബൽ റീസണിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിക്കോളുക. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചില്ലല്ലോ. വിച്ച് ആൻസർ ഫിഗർ വിൽ കംപ്ലീറ്റ് ദ പാറ്റേൺ ഇൻ ദ ക്വസ്റ്റ്യൻ ഫിഗർ? തന്നിരിക്കുന്നതിൽ ഏതാണ് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഫിഗർ നമുക്ക് ജസ്റ്റ് ഒന്ന് എൻലാർജ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഈ ക്വസ്റ്റ്യൻ മാർക്കിനെ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്ത് കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്കൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എൻലാർജ് ചെയ്ത് നോക്കാം. ഈസിയാണ്. ഈ സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണം, ഈ ഡയമണ്ട് കംപ്ലീറ്റ് ചെയ്യണം, സ്ക്വയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം. സോ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ആൻസർ കിട്ടും. അധികം ടൈം ഒന്നും വേണ്ടാത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിന് ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ സർക്കിൾ കിട്ടും. ഇത് ഈ സൈഡിൽ സർക്കിൾ തെറ്റ്, ഇവിടെയും ഇവിടെയും സർക്കിൾ കറക്റ്റ് ആണ്. നെക്സ്റ്റ് ഇത് ഇങ്ങോട്ട് വരും. അപ്പോൾ അത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇതിലും വന്നിട്ടുണ്ട്, ഇതിലും വന്നിട്ടുണ്ട്, കറക്റ്റാണ്. ഇനി അടുത്തത് ഈ ഒരു സ്ക്വയർ ഇതേപോലെ വരണം. ഇവിടെ കറക്റ്റ് വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ പക്ഷേ ഈ ലൈൻ ഇല്ല. സോ ഇത് തെറ്റ്. ഇനി വീണ്ടും ഇതിനെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. ഇതിലും വന്നിട്ടുണ്ട്, ഇതിൽ പക്ഷേ ഈ ലൈൻ വന്നിട്ടില്ല. സോ ഇത് തെറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ നമ്പർ എ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഇതിൻ്റെ ഉത്തരവും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ സീരീസിൻ്റെ ചോദ്യമാണ് അല്ലേ. ഇത് എന്തൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 0.15, 0.3, -1.2 and 2.4 ഇതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്പർ സീരീസ് ആണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ, നമ്പേഴ്സൊക്കെ ഒറ്റയടിക്ക് അങ്ങ് ഇരട്ടിയായി പോകുന്ന രീതിയിലാണ് ഈ സീരീസ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ. 0.15ൻ്റെ ഡബിൾ ആണ് 0.3, 1.2ൻ്റെ ഡബിൾ ആണ് 2.4. അപ്പോൾ ഇവിടേക്ക് എത്ര വരും? ഇൻറ്റു 2 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 0.6 വരും. സോ ഓപ്ഷൻ നമ്പർ സിയിലുള്ള 0.6 ആണ് ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്കിവിടെ ഈസി ആയിട്ട് കിട്ടും. ഓപ്ഷൻ നമ്പർ സി ആണ് ചോദ്യത്തിൻ്റെ ശരി ഉത്തരമായിട്ട് വരും. അപ്പോൾ ഇതും എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ BCD DBC EFG HIJ. സോ ഇത് ആൽഫബറ്റ് സീരീസിൽ നിന്നും എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? ഇവിടെ ഫസ്റ്റ് നമുക്ക് B, C and D തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇവിടേക്ക് D, B and C തന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടേക്ക് E, F and G തന്നിട്ടുണ്ട്. നെക്സ്റ്റത്തെ ടേം ഇവിടെ മിസ്സിംഗ് ആണ്. അത് കഴിഞ്ഞ് HI and J തന്നിട്ടുണ്ട്. ഓക്കെ, സോ വിത്ത് റെസ്പെക്ട് ടു പ്ലേസ് വാല്യൂ ഇത് എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റുക നോക്കിക്കേ. ഇവിടെ D അതിനുശേഷം +2 ചെയ്തിട്ടുണ്ടെങ്കിൽ D +2 ചെയ്താൽ അവിടെ നമുക്ക് D വരും. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ വീണ്ടും D കഴിഞ്ഞ് E ആണ് വരുന്നത്. അപ്പോൾ ഇവിടേക്ക് 2ഉം ഇവിടേക്ക് അതേപോലെ 1ഉം വരണം അല്ലേ. +2 ചെയ്താൽ ഇവിടെ നമുക്ക് G കിട്ടും, +1 ചെയ്താൽ H കിട്ടും. ഓക്കെ, G ആകെ ഒറ്റ ഓപ്ഷനിലേ ഉള്ളൂ. അത് തന്നെ ആയിരിക്കണം ആൻസർ. നമുക്ക് നോക്കാം. ഇവിടേക്ക് -1 ആണ്. ഇനി ഇവിടെ 2ഉം 6ഉം +4 ആണ് വരുന്നത് അല്ലേ. വീണ്ടും -1 ചെയ്താൽ നമുക്കിവിടെ E കിട്ടും. ഇനി +4 ചെയ്താൽ E വരും. വീണ്ടും ഇവിടേക്ക് -1 ആണ്. നെക്സ്റ്റ് 3ഉം 7ഉം ആണ്. അപ്പോൾ ഇവിടേക്ക് വാല്യൂ എത്രയാണ്? +4 വരും. അപ്പോൾ -1 ചെയ്തിട്ടുണ്ടെങ്കിൽ F വരും. വീണ്ടും +4 ചെയ്താൽ J ആണ് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. സോ GEF ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ശരി ഉത്തരമായിട്ട് ഓപ്ഷൻ നമ്പർ എയിലുള്ള GEF ആണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനും ഇതിൻ്റെ ഉത്തരവും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. Which of the answer figure indicates the best relationship between milk, goat, cow, hen? സോ മിൽക്കും ഗോട്ടും കവും ഹെന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തൊക്കെയാണ്? ഗോട്ടും കവും ഹെന്നും ഒക്കെ നമുക്കറിയാം, നമ്മൾ ഫാമുകളിൽ വളർത്തുന്ന ബേർഡ്സും ആനിമൽസും ഒക്കെയാണ് അല്ലേ. ഇവിടെ മിൽക്ക് എന്ന് പറയുന്നത് എന്താണ്? വ്യത്യാസമുണ്ട്. അതൊരു അല്ലെങ്കിൽ അതൊരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഉത്തരമായിട്ട് നമുക്ക് ഇവിടെ കിട്ടുക? മിൽക്ക് തരുന്നത് കവും ഗോട്ടും ആണെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ കവും ഗോട്ടും മാത്രമാണോ മിൽക്ക് തരുന്നുള്ളൂ? ഇല്ല, വേറെ സാധനങ്ങളും ഉണ്ട്.
അതേസമയം എഗ്സ് തരുന്നത് ഹെന്നാണ്. സോ ഹെന്നിനെ ഈ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഒരെണ്ണം എന്തായാലും സെപ്പറേറ്റ് നിൽക്കണം. അപ്പോൾ ഇങ്ങനെ നിൽക്കാത്ത ഈ ഉത്തരം തെറ്റ്. ഇതിൽ 2 എണ്ണം പുറത്ത് നിൽക്കുന്നുണ്ട്, അപ്പോൾ ഇതും തെറ്റ്. ഇതോ ആയിരിക്കും, പക്ഷേ ഇതിൽ എല്ലാ മിൽക്കും ഗോട്ടാണ്, അല്ലെങ്കിൽ എല്ലാ ഗോട്ടും മിൽക്കാണെന്ന് പറയാൻ പറ്റില്ല അല്ലേ. സോ മിൽക്ക് തരുന്നത് കൗ ആൻഡ് ഗോട്ടാണ്, പക്ഷേ അതുകൂടാതെ വേറെ ആനിമൽസും മിൽക്ക് തരും. ഇനി നെക്സ്റ്റ് ഹെൻ തരുന്നത് എഗ്സ് ആണ്, അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് ക്ലാസ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ശരിയുത്തരം ഏതായിരിക്കും? ഓപ്ഷൻ നമ്പർ ബി ആയിരിക്കും ഇതിൻ്റെ ശരിയുത്തരമായിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. A florist had 133 roses. She sold 5/7 of them. How many roses had she left? അപ്പോൾ ഇത് നമ്മുടെ അരിത്മെറ്റിക് റീസണിങ്ങിൽ നിന്നും എടുത്തിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. അതായത് റീസണിങ്ങിൽ തന്നെ നമ്പേഴ്സിന് യൂസ് ചെയ്തിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് അല്ലെങ്കിൽ അരിത്മെറ്റിക് റീസണിങ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ഫ്ലോറിസ്റ്റിന് കയ്യിലുണ്ടായിരുന്നത് 133 റോസസ് ആണ്. അതിൽ എത്ര എണ്ണം സോൾഡ് ആയിപ്പോയി? 5/7 സോൾഡ് ആയിപ്പോയി. അപ്പോൾ ഇതിൻ്റെ റിമൈനിങ് എത്രയായിരിക്കും? റിമൈനിങ് വിൽ ബി ഈക്വൽ ടു 1 മൈനസ് ഓഫ് 5/7 അല്ലേ. ദാറ്റ് ഈസ് 2/7 ആണ് ഈ ഫ്ലോറിസ്റ്റിൻ്റെ കയ്യിൽ റിമൈനിങ് ആയിട്ടുള്ളത്. സോ ദ റിമൈനിങ് റോസസിൻ്റെ നമ്പർ എത്രയായിരിക്കും? 2/7 ഓഫ് 133 ആയിരിക്കും നമ്മുടെ വാല്യൂ ആയിട്ട് വരിക അല്ലേ. അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ കിട്ടും. സോ ഇവിടെ എത്രയാണ് കിട്ടുന്നത്? ആദ്യം നമുക്ക് 1ഉം പിന്നെ 63 19 വരും അല്ലേ. സോ therefore 2 into ഇത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ 19 ആണ് വരിക. സോ 19 into 2 ആണ് ആൻസർ. therefore the remaining number is equal to 19 into 2 which is equal to 38 അല്ലേ. സോ 38 ഓപ്ഷൻ നമ്പർ ബിയിലുള്ള 38 ആണ് ഈ ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the answer figure is exactly the mirror image of the given figure? ഈ തന്നിരിക്കുന്ന ഫിഗറിൻ്റെ എക്സാക്ട് മിറർ ഇമേജ് ഏതാണെന്നാണ് ചോദ്യം. പക്ഷേ അതിനിവിടെ മിറർ തന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? മിറർ തന്നിട്ടില്ലെങ്കിലും ബൈ ഡിഫോൾട്ട് ക്വസ്റ്റനിൽ മിറർ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ടുവേർഡ്സ് ദി റൈറ്റ് സൈഡ് ആയിരിക്കും പ്ലേസ്ഡ് ആയിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ അതിൻ്റെ മിറർ ഇമേജ് എങ്ങനെയാണ്? അത് ഓൾമോസ്റ്റ് ഇതുപോലെയാണ് നമ്മുടെ മിറർ ഇമേജ് ഉണ്ടാവുക. ഓക്കെ, സോ ഇത് നേരെ താഴേക്കാണ്, ഇത് തെറ്റ്. ഇത് ഷുഡ് ബി ഇങ്ങോട്ട് പോയിന്റ് ചെയ്യണം ലെഫ്റ്റ് സൈഡിലേക്ക്. ഇത് അപ്വേർഡ് ആണ്, ഇത് ലെഫ്റ്റ് ആണ്, പക്ഷേ ഇത് തലതിരിഞ്ഞു പോയി അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ വരച്ചതുപോലെ തന്നെ വന്നിരിക്കുന്നത് ഓപ്ഷൻ നമ്പർ ഡി ആണ്. സോ അതാണ് ഈ ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. From the given alternative words, select the word which cannot be formed using the letters of the given word. ഈ തന്നിരിക്കുന്ന വാക്കിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് ഫോം ചെയ്യാൻ പറ്റാത്ത വാക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇന്റർ ഡിപ്പെൻഡൻറ്റ് എന്നാണ് തന്നിരിക്കുന്ന വാക്ക്. സോ റിട്രീറ്റ് ഒന്നാമത്തെ ഓപ്ഷനിലുള്ളത് റിട്രീറ്റ് ആണ്. ജസ്റ്റ് നോക്കാം, ഇവിടെ ഉണ്ട്, RET ഉണ്ട്. നെക്സ്റ്റ് വീണ്ടും ഒരു ആറും കൂടി ഉണ്ടോ? ഇല്ല. ഇനി വീണ്ടും EAT ഉണ്ട്, ഉണ്ട് അല്ല എയും ഇല്ല. അപ്പോൾ ഈ 2 ലെറ്റേഴ്സ് ഇല്ല. അപ്പോൾ ഇതെന്തായാലും ഫോം ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളത് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കാം. ഡീപെൻ, ഇവിടെ DE, നെക്സ്റ്റ് ഒരു ഇനെ ഇവിടെ നിന്ന് എടുക്കാം, PEN പോസിബിൾ ആണ്. നെക്സ്റ്റ് റിപ്പൻറ്റ് ആണ്, ഇവിടേക്ക് ഉണ്ട്, ഉണ്ട്, PENT അതും പോസിബിൾ ആണ്. ഡിപ്പെൻഡ്, ഇത് ഓൾറെഡി ഇവിടെ അതേപോലെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ കൂട്ടത്തിൽ 2 ലെറ്റേഴ്സ് നമുക്ക് അവൈലബിൾ അല്ല, ആറും അതുപോലെ തന്നെ ഇയും. സോ അപ്പോൾ ഈ വാക്ക്, ഈ റിട്രീറ്റ് എന്ന് പറയുന്ന വാക്ക് ഡെഫിനറ്റ്ലി ഫോം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഓപ്ഷൻ നമ്പർ എ ആണ് ഈ ക്വസ്റ്റൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ചോദ്യം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷൻസിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇത് ശ്രദ്ധിച്ചു നോക്കാം. 2 statements are given followed by 2 conclusions or assumptions 1 and 2. You have to consider the statement to be true even if it seems to be at variance with commonly known facts. You are to decide which of the given conclusions or assumptions can definitely be drawn from the given statement. Indicate your answer. So സാധാരണ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് കൺക്ലൂഷനിൽ തന്നിരിക്കുന്നത് പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഒരു പക്ഷേ റിയൽ ലൈഫിലെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. എങ്കിലും സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കോണ്ടെക്സ്റ്റിൽ ഇതിനെ സത്യമായിട്ട് പരിഗണിക്കുക, അതിനുശേഷം ആൻസർ കണ്ടുപിടിക്കുക അല്ലേ. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കാരണം ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ്സും ഓൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾ ചിൽഡ്രൻ ആർ സ്റ്റുഡൻസും ഓൾ സ്റ്റുഡൻസ് ആർ പ്ലെയേഴ്സും. ഓക്കെ, സോ ഇതെങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് പറയുന്നു ഓൾ ചിൽഡ്രൻ ആർ സ്റ്റുഡൻസ്, അത് തന്നിട്ടുണ്ട്. ആൻഡ് ഓൾ സ്റ്റുഡൻസ് ആർ പ്ലെയേഴ്സ്, അടുത്തതും തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചോദ്യം ഓൾ ക്രിക്കറ്റേഴ്സ് ആർ സ്റ്റുഡൻസ്, ഇവിടെ ആരെങ്കിലും ക്രിക്കറ്റേഴ്സിനെ പറ്റി പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ്. ഇനി ഓൾ ചിൽഡ്രൻ ആർ പ്ലെയേഴ്സ്, അതിവിടെ ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആവുക അല്ലേ.
അപ്പോൾ ഇതിൻ്റെ ശരിയുത്തരം പെട്ടെന്ന് തന്നെ കിട്ടും. ഓൺലി കൺക്ലൂഷൻ ടു ഫോളോസ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്പർ സി ആണ് ഈ ക്വസ്റ്റിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെലക്ട് ദി ആൻസർ ഫിഗർ ഇൻ വിച്ച് ദ ക്വസ്റ്റ്യൻ ഫിഗർ ഇസ് ഹിഡൻ. ഈ തന്നിരിക്കുന്ന ആൻസർ ഫിഗേഴ്സിൽ ഏതിലാണ് ക്വസ്റ്റ്യൻ ഫിഗർ ഹിഡൻ ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യൻ ഫിഗർ നോക്കിക്കേതാ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫിഗർ. ആൻസർ ഫിഗേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതിലാണ് ഹൈഡ് ചെയ്തിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, എങ്ങനെയാണ് സോൾവ് ചെയ്യുക? നമുക്ക് ഈ ഒരു ഷേപ്പ് വേണം. സോ ഈ ഒരു ഷേപ്പ് ഇത് ഓൾമോസ്റ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അല്ലേ, ഇങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട്. അതിനുശേഷം അത് അതേപോലെ തന്നെ ഈ ഇതിൽ വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിലോ ഇത് വന്നിട്ടുണ്ട്, നെക്സ്റ്റ് ഇത് വന്നിട്ടുണ്ട്, ഇത് വന്നിട്ടുണ്ട്, ഇങ്ങനെയുണ്ട്. ഓക്കെ, ഇതിലും ഓൾമോസ്റ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട് ഏകദേശം. പക്ഷേ അതിൻ്റെ ലെങ്ത്ത് ആ ഒരു പ്രൊപ്പോർഷനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. ബാക്കി ഓക്കെ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ ബെറ്റർ ഐഡിയ കിട്ടും. ഇവിടേക്ക് നോക്കുമ്പോൾ ഈ ഒരു ലൈനില്ല, സോ ഇത് തെറ്റ്. ഇവിടേക്കും ഈ ഒരു ലൈനില്ല, ഇത് തെറ്റ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാനിത് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടി ഒരു ബെറ്റർ ഐഡിയ കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൽ തന്നിരിക്കുന്ന ഷേപ്പ്. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കുക. ഇങ്ങനെയാണ് നമുക്ക് ഓൾമോസ്റ്റ് തന്നിരിക്കുന്നത്. ഇതിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്, പക്ഷേ ഡിഫറൻസ് എന്താ, ഇത് ഇച്ചിരിയും കൂടി മെലിഞ്ഞിട്ടാണ് അല്ലേ. ഇതിനെ നമ്മൾ നോക്കുമ്പോൾ ഇച്ചിരിയും കൂടി മെലിഞ്ഞിട്ടാണ്. ഇതാണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നേരെ പകുതിക്ക് വെച്ചിട്ട് നമുക്ക് കിട്ടുന്നത്. ശ്രദ്ധിച്ച് നോക്കിക്കുക, ഇതേപോലെ പകുതിക്ക് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് വന്നിരിക്കുന്നത് ഈ ഷേപ്പാണ്. സോ ഓപ്ഷൻ നമ്പർ എ ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യനും ഉത്തരവും എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഗിവൻ റെസ്പോൺസസ് വുഡ് ബി എ മീനിങ് ഓർഡർ ഓഫ് ദ ഫോളോയിങ്. തന്നിരിക്കുന്ന കാര്യങ്ങളുടെ അർത്ഥവത്തായിട്ടുള്ള ക്രമം ഏതായിരിക്കും എന്നാണ് ചോദ്യം. ചൈൽഡ്, പ്രൊഫഷൻ, മാരേജ്, ഇൻഫൻറ്റ്, എഡ്യൂക്കേഷൻ. സോ ഇവിടെ ഫസ്റ്റ് എന്താണ്? ചൈൽഡ്, ശിശു അല്ലേ, ഇല്ല കുട്ടി. പ്രൊഫഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിൽ, ഇൻഫൻറ്റ് ശിശു, മാരേജ് വിവാഹം, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം. സോ ഇത് ഏതിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇൻഫൻസിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. ഒന്നെങ്കിൽ ഇൻഫൻസിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, ശൈശവത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മേ ബി എഡ്യൂക്കേഷൻ മാരേജിലൊക്കെ പോയി എത്തുക, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അറ്റത്ത് നിന്ന് മേ ബി എഡ്യൂക്കേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇൻഫൻറ്റിൽ പോയി അവസാനിക്കുക. അപ്പോൾ ഇൻഫൻറ്റിൽ ഒരെണ്ണം അവസാനിക്കുന്നുണ്ട്, പക്ഷേ അത് ചൈൽഡിൽ തുടങ്ങി ഇൻഫൻറ്റിൽ എന്തായാലും അവസാനിക്കില്ല. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റ്. ഇനി ഇൻഫൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡി ഉണ്ട്. അപ്പോൾ ഇതായിരിക്കണം ശരി ഉത്തരം. ബാക്കി കറക്റ്റ് ആണോ നോക്കുക. ഇൻഫൻറ്റ് ചെറിയ കുട്ടി, ശിശു വളർന്ന് എന്താകും? കുട്ടിയാകും അല്ലേ, ബാലനാകും, അല്ലെങ്കിൽ എന്താ പറയുക, ചൈൽഡ് ആകും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ അതിനുശേഷം എഡ്യൂക്കേഷൻ, വീണ്ടും നല്ല പ്രൊഫഷൻ, വീണ്ടും മാരേജ് അല്ലേ. അപ്പോൾ അത് കറക്റ്റ് ഓർഡർ ഇതിൽ തന്നിട്ടുണ്ട്. സോ ഓപ്ഷൻ നമ്പർ ഡി ആണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് ഇവിടേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. സോ SSCയുടെയും RRBയുടെയും എല്ലാ എക്സാമിനേഷനും ഉള്ള കോഴ്സസ് നമ്മുടെ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഇതുവരെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേ സ്റ്റോറിലേക്ക് പോവുക. എന്നിട്ട് നമ്മുടെ ആപ്പ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ് ഡൗൺലോഡ് ചെയ്തിട്ട്. സോ ഓൾമോസ്റ്റ് 1 crore യൂസർ ഡൗൺലോഡ്സ് ആണ് നമ്മുടെ ആപ്പിന് പ്ലേ സ്റ്റോറിലുള്ളത്. എന്നിട്ട് SSC ആൻഡ് RRBയിലേക്ക് നിങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സസിൻ്റെ ഒക്കെ അവൈലബിലിറ്റി നിങ്ങൾക്ക് ആ ആപ്പിൽ കാണാനായിട്ട് പറ്റും. 2 രീതിയിലാണ് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് പറ്റുക. ഒന്ന് നോർമൽ ഗോൾഡിലും, അടുത്തത് സൂപ്പർ ഗോൾഡിലും. സോ നിങ്ങളൊരു നോർമൽ ഗോൾഡ് സ്റ്റുഡൻ്റ് ആയിട്ടാണ് എൻറോൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ഒരു എൻറോൾമെൻ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ബാച്ചിലേക്ക് അലോക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. എല്ലാ ദിവസവും ഈ ബാച്ചിന് ലൈവ് ക്ലാസ്സസ് ഈവനിങ്സിൽ നടക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ബാച്ചിന് ഒരു മെൻറ്റർ ഉണ്ടായിരിക്കും. ആ മെൻറ്റർ 24/7 നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസിനും എല്ലാ അസിസ്റ്റൻസിനും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസിൻ്റെ ഒപ്പം റെക്കോർഡഡ് ക്ലാസ്സസിലേക്കുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ആക്സസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ടീച്ചേഴ്സിൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് അടക്കം എല്ലാവിധ സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതുകൂടാതെ തന്നെ നിങ്ങൾ പഠിക്കുന്ന പോർഷൻസിനനുസരിച്ച് ഇഷ്ടംപോലെ മോക്ക് ടെസ്റ്റുകൾ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. അതിൻ്റെ സ്കോറും റിപ്പോർട്ടും ഒക്കെ അനലൈസ് ചെയ്തുകൊണ്ട് ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായിട്ടായിരിക്കും നിങ്ങൾക്ക് വരിക. സോ നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ ഇനി നിങ്ങളൊരു സൂപ്പർ ഗോൾഡിൻ്റെ സ്റ്റുഡൻ്റ് ആയിട്ടാണ് എൻറോൾ ചെയ്യുന്നതെങ്കിൽ
ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ലഭിക്കും. അതായത് ഒരു കുട്ടിക്ക് ഒരു മെൻറ്റർ എന്ന രീതിയാണ് സൂപ്പർ ഗോൾഡിൽ അവൈലബിൾ ആവുക. സോ ആ മെൻറ്ററുടെ പക്കൽ നിന്നും പേഴ്സണൽ ആയിട്ടുള്ള 1-to-1 മെൻറ്റർഷിപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ പേഴ്സണൽ ഗൈഡൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ബാക്കി പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡിങ് പെർഫോമൻസ് അനാലിസിസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റനോ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എക്സാംസിനെ പറ്റി, ഗവൺമെൻറ് എക്സാംസിനെ പറ്റി പൊതുവായിട്ടോ അല്ലെങ്കിൽ എങ്ങനെ കോഴ്സസിലേക്ക് എൻറോൾ ചെയ്യണം എന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതിയാകും. അതിനുശേഷം വീണ്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകും. അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കോമൻസിലൂടെ തന്നെ നമ്മൾ എഴുതി അറിയിക്കുക. ആൻഡ് വീണ്ടും ഇതുപോലെ നിങ്ങളെപ്പോലെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ അവരിലേക്കും കൂടി ഇതുപോലെയുള്ള വീഡിയോസ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.